بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യാന്വേഷികളെ, മേലായ റബ്ബിൻ്റെ വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും സൂക്ഷിച്ചു പാലിച്ച് മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഈ സത്യദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. അള്ളാഹുവിൻ്റെ അൽ അസ്മാ ഉൽ ഹുസ്ന, അത്യുത്തമ നാമങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ തുടർത്തി സംസാരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം അള്ളാഹുവിൻ്റെ അൽ ഇലാഹ് എന്ന വിശുദ്ധ നാമമാണ്. അൽ ഇലാഹ് എന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധ നാമം അർത്ഥമാക്കുന്നതും അത് നമ്മോട് ആവശ്യപ്പെടുന്നതുമായ കാര്യങ്ങൾ, ചില ചരിത്രങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം ഈ ഒരു വിഷയം മനസ്സിലാക്കുവാനാണ് ഇവിടെ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ അൽ മഅ്ലൂഹ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, അഥവാ ആരാധിക്കപ്പെടുന്നത്. കിതാബ് എന്ന് പറഞ്ഞാൽ മക്തൂബ്, എഴുതപ്പെടുന്നത് അല്ലെങ്കിൽ എഴുതപ്പെട്ടത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം. അതേ രീതിയിലാണ് ഇലാഹ് എന്ന പ്രയോഗം. സഹാബികൾ മദീനയിൽ ഖന്തഖ് യുദ്ധവേളയിൽ കിടങ്ങ് കീറിയപ്പോൾ കവിത ചൊല്ലിയ കൂട്ടത്തിൽ ഹാദൽ ഹിമാലു ലാ ഹമ്മാലു ഖൈബർ ഹാദ അബറു റബ്ബന വ അത്ഹർ എന്ന് പാടിയത് കേൾക്കാം, ചരിത്രത്തിൽ വായിക്കാം. അവിടെ ഹാദൽ ഹിമാൽ എന്നാണ്. ഹിമാൽ എന്ന് പറഞ്ഞാൽ മഹ്മൂൽ, ഭാരം വഹിക്കപ്പെടുന്ന മൃഗം എന്നാണ് അർത്ഥം. അപ്പം ഹിമാൽ എന്നത് ഭാരം വഹിക്കപ്പെടുന്ന എന്ന അർത്ഥത്തിലാണ്. ഇതേപോലെയാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്ന എന്ന അർത്ഥത്തിലാണ്. ആരാധിക്കപ്പെടുന്നത്, യഥാർത്ഥ ആരാധ്യനുണ്ട്, വ്യാജമായി ആരാധിക്കപ്പെടുന്നതുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആരാധനക്കർഹനായ, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവനായ
എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. വ്യാജമായി ആരാധിക്കപ്പെടുന്നതിനെയും ഇലാഹ് എന്ന് പറയും. അതുകൊണ്ടാണ് ചില മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട്, കം തഅബുദു മിൻ ഇലാഹ്, എത്ര ഇലാഹിനെ ആരാധിക്കുന്നുണ്ട്? അപ്പം ആകാശത്തിലൊന്നും ഭൂമിയിൽ 6 എന്നാണ് പറഞ്ഞത്. ആകാശത്തിൽ ആരാധിക്കപ്പെടുന്നവൻ അള്ളാഹു, ഭൂമിയിൽ 6 എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ 5 ഇങ്ങനെ പറഞ്ഞു. അവിടെ ആകാശത്തിൽ ആരാധിക്കപ്പെടുന്നവനായുള്ളവൻ അവൻ യഥാർത്ഥ ആരാധ്യനാണ്. എന്നാൽ ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നത് വ്യാജമായ ബാത്തിലായ ആരാധ്യന്മാരാണ്. അതുകൊണ്ടാണ് ലിസാനുൽ അറബിൽ ഇബ്നുൽ മംബൂർ പറഞ്ഞു, അൽ ഇലാഹു അല്ലാഹു അസ്സ വജൽ, യഥാർത്ഥ ആരാധ്യൻ അള്ളാഹുവാകുന്നു. വകുല്ലു മൻ ഇത്തഖദ മിൻ ദൂനിഹി മഅബൂദൻ ഹുവ ഇലാഹുൻ ഇൻദ മുത്തഖിദിഹി, അള്ളാഹുവോടൊപ്പം ആരാധിക്കപ്പെടുന്നതിനെ സ്വീകരിച്ചവൻ, ആ സ്വീകരിച്ചവന്റെ അടുക്കൽ അവൻ സ്വീകരിച്ചത് ഇലാഹാണ്, ആരാധ്യനാണ്. അതുകൊണ്ട് ആളുകൾ അന്യായമായി ആരാധ്യന്മാരെ സ്വീകരിച്ചിട്ടുണ്ട്. കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളു, മുരട്, മൂർഖൻ പാമ്പ് വരെ എന്ന് പറഞ്ഞതുപോലെ 3,30,00,000 ദൈവങ്ങൾ ആരാധിക്കപ്പെടുന്നവരായിട്ടുണ്ട്. അതിനൊക്കെ ഇലാഹ് എന്ന് പറയും, ആരാധിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിൽ. അതിനർത്ഥം ഒറിജിനൽ ആരാധ്യന്മാരാണ് എന്നുള്ളതല്ല. ഒറിജിനൽ ആരാധ്യൻ, സാക്ഷാൽ ആരാധ്യൻ, ദൈവം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അറബികൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതുപോലെ, കാന റജുലു ഫിൽ ജാഹിലിയ്യത്തി യഅബുദുൽ ഹജറൽ അബിയദ സമനൻ ഫൈദാ റാ ഗൈറഹു അഹ്സന മിൻഹു അബദ സാനി വതറക്കൽ അവൽ. ജാഹിലിയത്തിൽ അറബികൾ കുറെ കാലം ഒരു വെളുത്ത കല്ലെടുത്ത് അതിനെ ആരാധിക്കും. വെളുത്ത കല്ല് കണ്ടാൽ ആ കല്ലിനെ ആരാധിക്കും. അതിനേക്കാൾ നല്ല ഒരു കല്ല് അവർ കണ്ടാൽ ആദ്യത്തെ കല്ല് അവർ വലിച്ചെറിയും. എന്നിട്ട് ആ നല്ല കല്ലിനെ അവരെന്ത് ചെയ്യും? ആരാധ്യനായിട്ട് സ്വീകരിക്കും. ഈ ആയത്തിൻ്റെ, ഈ സംഭവത്തിൻ്റെ വിഷയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവ, തൻ്റെ തന്നിഷ്ടത്തെ ഇലാഹായി സ്വീകരിച്ചവനെ നീ കണ്ടില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. തൻ്റെ ഇച്ഛയെ, തന്നിഷ്ടത്തെ തൻ്റെ ഇലാഹായി സ്വീകരിച്ചവനെ താങ്കൾ കണ്ടില്ലേ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. കാരണം എന്താ? കുറേ കാലം വെളുത്തൊരു കല്ല് കിട്ടിയപ്പോൾ അതിനെ ആരാധിച്ചോ, ഇതാ ഉഷാറാണ്. പിന്നെയാണ് അതിനേക്കാൾ നല്ലൊരു കല്ല് കാണുന്നത്. അപ്പോൾ ആ കല്ലിനെ എടുക്കും, എന്നിട്ട് ഈ ആദ്യത്തെ കല്ലിനെ വലിച്ചെറിയും. അപ്പോൾ അത് തന്നിഷ്ടത്തെ ഇലാഹാക്കലാണ് എന്നാണ്. അപ്പോൾ അവിടെ തന്നിഷ്ടത്തിനെ ഇലാഹാക്കുന്നതിനെ അവിടെ ഇലാഹി എന്നാണ് പ്രയോഗിച്ചത്. ഇതേപോലെ സൂറത്ത് ത്വാഹയിൽ സാമിരി ഇസ്രായേല്യർക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അസാന്നിധ്യത്തിൽ ഒരു പശുക്കുട്ടിനെ ഉണ്ടാക്കി. ആ പശുക്കുട്ടിക്ക് ഒരു ശബ്ദമുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ആ പശുക്കുട്ടിയുടെ വിഷയത്തിൽ സാമിരിയോട് പറഞ്ഞത്? വിശുദ്ധ ഖുർആനിൽ കാണാം, വൻദുർ ഇലാ ഇലാഹിക്കല്ലദീ തൽത അലൈഹി ആകിഫ ലനുഹ്രികന്നഹു സുമ്മ ലനൻസിഫന്നഹു ഫിൽ യമ്മി നസ്ഫാ എന്നാണ്. ഉൻദുർ ഇലാ ഇലാഹിക എന്നാണ്, നിന്റെ ഇലാഹിലേക്ക് നോക്ക് എന്നാണ് പറഞ്ഞത്. സാമിരി ഉണ്ടാക്കിയ ആ പശുക്കുട്ടി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേല്യരെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന് സമുദ്രമാർഗേണ മറുകര പറ്റി സൈനായിൽ ഇസ്രായേല്യരെ പാർപ്പിച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു നിശ്ചയിച്ച മീഖാത്തിൽ അള്ളാഹുവിലേക്ക് പോയി. തൗറാത്ത് സ്വീകരിക്കുവാനും മറ്റുമൊക്കെ ആയിട്ട് പോയി. ഈ സന്ദർഭത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അസാന്നിധ്യത്തെ ചൂഷണം ചെയ്ത് സാമുരി പശുക്കുട്ടിനുണ്ടാക്കി.
ഖാല ഫമാ ഖത്ബുക യാ സാമിരി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, സാമിരി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ എന്താ കണ്ടത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് ദഅവത്ത് നടത്തി, അങ്ങനെ അള്ളാഹുവിൻ്റെ പരിരക്ഷയിൽ സംരക്ഷണത്തിൽ ഫിറഔന്റെ കിരാത ഭരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന തൻ്റെ ജനതയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോയപ്പോൾ അവർ ഏകദൈവ വിശ്വാസികളാണ്. പക്ഷേ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വന്നപ്പോൾ അവർ ബഹുദൈവ വിശ്വാസികളായി പശുക്കുട്ടിനെ ആരാധിക്കുക, പൂജിക്കുക. ആ പശുക്കുട്ടിനെ ഉണ്ടായി കൊടുത്തത് സാമിരിയാണ്. അതുകൊണ്ടാണ് സാമിരി, എന്താണ് നിന്റെ കാര്യം എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഖാല ബസുർതു ബിമാ ലം യബ്സുറു ബിഹി ഫഖബൽതു ഖബ്ലതൻ മിൻ അസരി റസൂൽ ഫനബത്തുഹാ വകദാലിക സവ്വലത് ലി നഫ്സി. സാമിരി പശുക്കുട്ടിനെ ഉണ്ടാക്കിയതിനെ കുറിച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയാണ്, ആളുകളൊന്നും കാണാത്ത ഒരു കാഴ്ച, അല്ലെങ്കിൽ ആളുകളൊന്നും അറിയാത്ത ഒരു അറിവ് എനിക്കുണ്ടായി. അങ്ങനെ റസൂലിൻ്റെ അസറിൽ നിന്ന് ഞാനൊരു പിടിയെടുത്ത് അത് ഞാൻ എറിയുകയും എനിക്ക് അപ്രകാരം എൻ്റെ മനസ്സ് തോന്നിപ്പിക്കുകയും ചെയ്തു എന്നാണ്. അതെന്താ സംഭവം? തഫ്സീറുകളിൽ 2 വീക്ഷണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ മുഫസ്സിരീങ്ങളിൽ പലരും പ്രബലപ്പെടുത്തി പറഞ്ഞ അഭിപ്രായം, സാമിരി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് ജിബ്രീൽ വന്നപ്പോൾ ജിബ്രീൽ വന്നത് ഒരു കുതിരപ്പുറത്താണ്. ആ കുതിരയും ആ കുതിരയുടെ ആഗമനവും പല അത്ഭുതങ്ങളുമായിട്ടാണ് വന്നത്. അത് സാമുരിയുടെ ദൃഷ്ടിയിൽപ്പെട്ടു, മറ്റാളുകളുടെ ദൃഷ്ടിയിൽപ്പെട്ടില്ല. അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ആ കുതിരയുടെ കുളമ്പടി സ്ഥലത്ത് നിന്ന് ചില മണ്ണെടുത്ത് സാമുരി ആളുകളുടെ കയ്യിൽ നിന്ന് ശേഖരിച്ചതായ ആഭരണങ്ങളിൽ എറിഞ്ഞപ്പോൾ, അള്ളാഹുവിൻ്റെ പരീക്ഷണം, ഈ വിശ്വാസികളെ പരീക്ഷിക്കാൻ വേണ്ടി, അത് ഒരു പശുക്കുട്ടിയായി പരിണമിക്കുകയും ആ പശുക്കുട്ടിക്കൊരു ശബ്ദവും ഉണ്ടായി. ഈജലൻ ലഹു ഖുവാർ. അങ്ങനെയാണ് സാമുരി ഈ പശുക്കുട്ടിയെ പൂജിക്കുവാൻ ഇസ്രായേലരെ വിളിച്ചത്. ഹാദാ ഇലാഹുക്കും വ ഇലാഹു മൂസ, ഇത് നിങ്ങളുടെ ഇലാഹാണ്, മൂസായുടെ ഇലാഹുവാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ പശുക്കുട്ടിനെ പൂജിക്കാണ് ആര്? ഇസ്രായേല്യർ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വന്നപ്പോൾ അതാ കാണുന്നത്. ഇത് കേട്ടപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരിച്ചത്, ഖാല ഫദ്ഹബ് ഫഇന്ന ലക ഫീൽ ഹയാതി അൻ ലാ തഖൂല ലാ മിസാസ് വഇന്ന ലക മൗഇദൻ ലൻ നുഖ്ലിഫഹു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സാമിരിക്ക് ശിക്ഷ എന്നോണം നിസ്സഹകരണം പ്രഖ്യാപിച്ച്, ആരും മിണ്ടാതെ ആരും എടുക്കാതെ, ചരിത്രം പറയുന്നതനുസരിച്ച് സാമിരിക്ക് പിന്നീട് വനവാസം, മൃഗങ്ങളോടൊത്ത് കഴിയേണ്ട ദുർഗതി ഉണ്ടായി. ആഖിറത്തിൽ സാമിരിയെ പ്രതീക്ഷിച്ച് വലിയ ശിക്ഷയും കാത്തിരിപ്പുണ്ട്. കാരണം ഏകദൈവ വിശ്വാസികളായൊരു ജനതയെ ബഹുദൈവ വിശ്വാസത്തിൻ്റെ വാക്താക്കളാക്കുവാൻ അതിന് കാരണക്കാരനായി എന്നുള്ളതാണ്. ഇവിടെ സാമിരി ഉണ്ടാക്കിയ പശുക്കുട്ടിയെക്കുറിച്ച് പറയുന്നത്, വൻദുർ ഇലാ ഇലാഹിക്കല്ലദീ ളൽത അലൈഹി ആകിഫ, നീ ഭജനമിരിക്കുന്ന നിന്റെ ഇലാഹിലേക്ക് നോക്ക് എന്നാണ്. എന്താ? നിന്റെ ആരാധ്യ വസ്തുവിലേക്ക് നോക്ക്. പശുക്കുട്ടിനെ നോക്കാൻ പറയാണ്. ലനുഹ്രികന്നഹു, ആ പശുക്കുട്ടിയെ നാം ചുട്ടുകരിക്കുകയും, സുമ്മ ലനൻസിഫന്നഹു ഫിൽ യമ്മി നസ്ഫ, അതിനെ പൊടിച്ച് ഞാൻ സമുദ്രത്തിൽ വിതറിക്കളയുകയും ചെയ്യും എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സാമിരിയോട് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയാണ്, ഇന്നമൽ ഇലാഹുക്കും അല്ലാഹ്, നിങ്ങളുടെ ഇലാഹ് അള്ളാഹു ആകുന്നു. ലാ ഇലാഹ ഇല്ലാഹു, ആ അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവനായി മറ്റാരുമില്ല. അപ്പം ഇവിടെ യഥാർത്ഥ ആരാധ്യൻ എന്നതിന് അള്ളാഹു ഇലാഹ്, അൽ ഇലാഹ് എന്ന് പ്രയോഗിച്ചു. സാമിരിയുടെ വ്യാജമായ ആരാധ്യ വസ്തു, അതിനും ഇലാഹ് എന്നാണ് പറഞ്ഞത്. പറഞ്ഞു വരുന്നത് അൽ ഇലാഹ്, സാക്ഷാൽ ആരാധ്യൻ എന്ന അർത്ഥത്തിൽ അത് അള്ളാഹുവിൻ്റെ അൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതാണ്, അത്യുത്തമമായ നാമങ്ങളിൽപ്പെട്ടതാണ്. അത് അള്ളാഹുവിന് പ്രത്യേകമായിട്ടുള്ള നാമാണ്. എന്നാൽ വ്യാജമായി ആരാധിക്കപ്പെടുന്ന കുറേ ആരാധ്യന്മാർ ഈ ദുനിയാവിലുണ്ട്. അതിൽ അചേതന വസ്തുക്കളുണ്ട്, സചേതനമായതുണ്ട്. അതിനും
ഇലാഹ് എന്ന് ഭാഷയിൽ പറയപ്പെടും എന്നുള്ളതാണ്. വേറെ കുറേ ആയത്തുകൾ ഈ വിഷയത്തിൽ ലൗ കാന ഫീഹിമ ആലിഹതാനി ലഫസദത വിശുദ്ധ ഖുർആനിൽ പറയാണ്, ലൗ കാന ഫീഹിമ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടായിരുന്നുവെങ്കിൽ, ആലിഹതാനി രണ്ട് ഇലാഹുകൾ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് ആരാധിക്കപ്പെടുന്ന ആരാധ്യന്മാർ ഉണ്ടായിരുന്നുവെങ്കിൽ ലഫസദത ആകാശഭൂമി അത് കുഴപ്പത്തിലായി പോകുമായിരുന്നു, നശിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ രണ്ട് ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നാണ് പറഞ്ഞത്. യഥാർത്ഥ സാക്ഷാൽ ആരാധ്യന് ഇലാഹ് എന്ന് പറയും, വ്യാജമായി ആരാധിക്കപ്പെടുന്നതിനും ഇലാഹ് എന്ന് പ്രയോഗിക്കും എന്നത് മനസ്സിലാക്കാനാണ് ഈ ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അള്ളാഹുവിന് ഇലാഹ് എന്ന പേര് വിശുദ്ധ ഖുർആനിൽ വളരെയധികം വന്നിട്ടുണ്ട്. വഹുവല്ലദീ ഫിസ്സമാഇ ഇലാഹു വഫിൽ അർദി ഇലാഹ് വഹുവൽ ഹകീമുൽ അലീം. വഹുവല്ലദീ ഫിസ്സമാഇ ഇലാഹ്, അവനത്രേ ആകാശത്തിൽ ഇലാഹ് ആരാധിക്കപ്പെടുന്നവൻ, വഫിൽ അർദി ഇലാഹ് ഭൂമിയിലും ആരാധിക്കപ്പെടുന്നവൻ. ഇത് അള്ളാഹുവിനെ കുറിച്ച് പറയണം. ആകാശത്തിൽ ആരാധിക്കപ്പെടുന്നവൻ അവൻ അള്ളാഹുവാണ്, യഥാർത്ഥ ആരാധ്യൻ, സാക്ഷാൽ ആരാധ്യൻ. ആകാശലോകത്തിൽ എണ്ണമറ്റ അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹ്ക്കുള്ള തസ്ബീഹിലും അള്ളാഹ്ക്കുള്ള തഹ്മീദിലും അതേപോലെ അള്ളാഹുവിനുള്ള ഇബാദത്ത് സുജൂദായി റുക്കൂആയി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാനം, അതിൽ 4 വിരലുകൾ വെക്കാൻ ഇടമില്ല. അവിടെ ഒരു മലക്ക് ഒന്നുകിൽ റുക്കൂയിലാണ്, അല്ലെങ്കിൽ ഒരു മലക്ക് സുജൂദിലാണ്. വാനലോകം മലക്കുകളാൽ നിറഞ്ഞ് വിന്യസിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആകാശലോകം മലക്കുകളുടെ തസ്ബീഹിനാൽ, തഹ്മീദിനാൽ, തഹ്ലീലിനാൽ ശബ്ദമുഖരിതമാണ്, ശബ്ദമയമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അള്ളാഹു വഫിൽ അർദി ഇലാഹ്, ഭൂമിയിലും അള്ളാഹു ആകുന്നു ആരാധിക്കപ്പെടുന്നവൻ, സാക്ഷാൽ ആരാധ്യൻ. മനുഷ്യന്മാർക്ക് ഭൂമിയിൽ മറ്റൊരു ഇലാഹ് ഉണ്ടാകാൻ പാടുള്ളതല്ല. ആരാധിക്കപ്പെടുന്ന, വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന, സഹായം അഭ്യർത്ഥിക്കപ്പെടുന്ന മറ്റൊരാരാധ്യൻ ഭൂമിയിൽ അത് മനുഷ്യർക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല. വാനങ്ങളിലും ഭൂമിയിലും യഥാർത്ഥത്തിൽ ഇലാഹ് അവൻ അള്ളാഹു ആകുന്നു. ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹു വാഹിദ്. എന്താ അള്ളാഹു പറയുന്നത്? അള്ളാഹുവിന് ഇലാഹ് എന്നുള്ള പേര് സ്ഥിരീകരിക്കുന്ന മറ്റൊരായത്താണ്. ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, അള്ളാഹു 3-1 എന്ന് പറഞ്ഞവർ അവിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹു 3-1 പറഞ്ഞവർ ആരാ? ക്രൈസ്തവരാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ട്രിനിറ്റി, ത്രിയേകത്വം, അത് പറഞ്ഞവർ അവിശ്വസിച്ചിരിക്കുന്നു. വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹു വാഹിദ്, യഥാർത്ഥത്തിൽ ഒരൊറ്റ ഇലാഹ് മാത്രമാണുള്ളത്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. 3-1 എന്ന് അങ്ങനെ ഒരു ഇലാഹില്ല, യഥാർത്ഥത്തിൽ ഒരു ഇലാഹ് മാത്രമാണുള്ളത്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മരണവേളയിൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മക്കളെ വിളിച്ച് ചോദിച്ച ചോദ്യം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുന്നുണ്ട്. ഇദ് ഹദറ യാക്കൂബ് അൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ് ഇലാഹൻ വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മരണമാസന്നമായ വേളയിൽ, മരണാസന്നനായി യാക്കൂബ് നബി കിടക്കുകയാണ്. അപ്പം മക്കൾ അടുത്ത് വന്ന്, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 12 മക്കളാണ്. മക്കൾ അടുത്ത് വന്ന്, അപ്പം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചോദ്യം, മാ തഅബുദൂന മിൻ ബഅദി, എൻ്റെ ശേഷം, എൻ്റെ മരണപ്പിറ്റേത് നിങ്ങൾ ആരെ ആരാധിക്കും? അപ്പോൾ മക്കൾ ഒന്നടങ്കം ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചത് നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ്, നിങ്ങളുടെ ആരാധ്യനായ ഇലാഹായ
അതേപോലെ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് അലൈഹിമുസ്സലാം അവരുടെ ഇലാഹായ ആരാധ്യനായ ഇലാഹം വാഹിദ ഏക ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കും. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ ആ ഇലാഹിന് മനസ്സ വാച കർമ്മണ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കും എന്നാണ് മക്കൾ പറഞ്ഞത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഇലാഹ്. ആ ഇലാഹ് ഏകനായ ഇലാഹാകുന്നു. ഇതേപോലെ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ വ ഇലാഹുക്കും ഇലാഹു വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം വ ഇലാഹുക്കും ഇലാഹു വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹാകുന്നു. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ മറ്റൊരു ഇലാഹ് ഇല്ല. ഇലാഹുക്കും ഇലാഹു വാഹിദ് ഫല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഖുലൂബുഹും മുൻകിറ വഹും മുസ്തക്ബിറൂൻ. ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ കാണാം അള്ളാഹുവിന് ഇലാഹ് എന്ന നാമം സ്ഥിരീകരിക്കുന്നതായി. ആ നാമം ഇലാഹി എന്നുള്ളത് അർത്ഥമാക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഹുവൽ മഅലൂഹ് ഐ അൽ മുസ്തഹിഖു ലിഅൻ യുഅല്ലഹ ഐ യുഅബദ. ഇലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അത്യുത്തമമായ ഇലാഹ് എന്നുള്ള നാമം അതർത്ഥമാക്കുന്നത് ആരാധിക്കപ്പെടുവാൻ അർഹനും യോഗ്യനുമായവൻ എന്നുള്ളതാണ്. വലാ യസ്തഹിഖു അൻ യുഅല്ലഹ വ യുഅബദ ഇല്ലല്ലാഹു വഹ്ദഹു, ഏകനായ അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടുവാൻ അർഹതയുള്ളവരായി ആരുമില്ല. വകുല്ലു മഅബൂദിൻ സിവാഹു മിൻ ലദുൻ അർശിഹി ഇലാ ഖറാറി അർദിഹി ബാത്തിലുൻ. അള്ളാഹുവിൻ്റെ അർശ് മുതൽ പാതാളം വരെ അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്നവരെല്ലാം ബാത്തിലുൻ, അത് വ്യർത്ഥമാകുന്നു, നിരർത്ഥകമാകുന്നു, സാക്ഷാൽ ആരാധ്യരല്ല. ഇത് ബാത്തിലാണ്. സാക്ഷാൽ ആരാധ്യൻ, യഥാർത്ഥ ആരാധ്യൻ, ആരാധിക്കപ്പെടുവാൻ അർഹൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയായ അൽ ഇലാഹാകുന്നു. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അള്ളാഹുവിന് അൽ ഇലാഹ് എന്ന പേരിനെ സ്ഥിരീകരിക്കുന്ന ഒരു ഹദീസ് ഒരു ചരിത്ര സംഭവത്തിലേക്ക് വെളിച്ചം വീശി പണ്ഡിതന്മാരെടുത്ത് ഉദ്ധരിക്കാറുണ്ട്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ അള്ളാഹുവിൻ്റെ ദാത്തും അള്ളാഹുവിൻ്റെ നുഊത്തും, അള്ളാഹുവിൻ്റെ ദാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സത്ത, അതേപോലെ അള്ളാഹുവിൻ്റെ വിശേഷണം, ഇവയെക്കുറിച്ച് പറയുമ്പോൾ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിയായ ചരിത്ര സംഭവത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സംഭവം എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. ആ സംഭവം ചില പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് കാരണത്താൽ ഞാൻ ആ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിച്ചയച്ച ഒരു 10 ആളുകളെ കുറിച്ചാണ് ഹദീസിൽ പറയുന്നത്. ആ 10 ആളുകളുടെ കൂട്ടത്തിൽ ഖുബൈബ് ഇബ്നു അദി ഉണ്ടായിരുന്നു. ഖുബൈബ് ഇബ്നു അദിയിനെ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പിടികൂടി ബദറിൽ അവരുടെ കൊമ്പന്മാർ, നേതാക്കന്മാർ കൊല്ലപ്പെട്ടതിന് പകരമായി ക്രൂശിക്കുകയും കൊല്ലുകയും ചെയ്ത സംഭവമാണ് ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഹദീസിൽ സൂചിപ്പിക്കുന്നത്. അത് ഇമാം ബുഖാരി എടുത്തുദ്ധരിക്കുകയാണ്. അവിടെ ഖുബൈബ് ഇബ്നു അദി അദ്ദേഹം വധിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് 2 വരി കവിത ചൊല്ലുകയുണ്ടായി. വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമൻ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഇ വദാലിക ഫീ ദാത്തിൽ ഇലാഹി വയശ യുബാരിക അലാ ഔസാലി ശിൽവിൻ മുമസ്സഇ എന്നതാണ് കവിത. ആ കവിതയുടെ അർത്ഥം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. പക്ഷെ ആ ചരിത്ര സംഭവം നമ്മൾ ഇവിടെ ഒന്ന് അനുസ്മരിക്കുന്നത് അനുചിതമായിരിക്കും. എന്താ? ബദർ യുദ്ധം ചരിത്ര പ്രസിദ്ധമാണ്, നമുക്കൊക്കെ അറിയാം. അതിൽ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അവരിലെ കൊലകൊമ്പന്മാരൊക്കെ നിലംപരിശായി. മുസ്ലിമീങ്ങളുടെ
ജിഹാദിന് മുന്നിൽ ബഹുദൈവ വിശ്വാസികളുടെ പട അമ്പെ പരാജയപ്പെടുകയും അവരിലെ നേതാക്കന്മാർ ഹീനമായി വധിക്കപ്പെടുകയും ചെയ്തു. അതിൽ പിന്നെ മുസ്ലിമീങ്ങളോടുള്ള പ്രതികാര വാഞ്ചയിലും പകരം തീർക്കുവാനുള്ള ചിന്തയിലുമായിരുന്നു ബഹുദൈവ വിശ്വാസികൾ ജസീറത്തുൽ അറബിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. ബനൂ ലിഹ്യാൻ ഗോത്രം വിശേഷിച്ച് മദീനക്കാരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും പകവെച്ച് നടക്കുന്ന ഒരു കൗമായിരുന്നു. മുദർ ഗോത്രത്തിലെ ഉപഗോത്രമായ അദുൽ അൽ-ഖാറ എന്ന് പറഞ്ഞ 2 ഗോത്രങ്ങൾ അവരെ സമീപിച്ച് എങ്ങനെ മുസ്ലിമീങ്ങളോട് ഒരു പ്രതികാര നടപടി സ്വീകരിക്കും എന്നത് ബനൂ ലിഹ്യാൻ ഗോത്രം കൂടിയാലോചന നടത്തി. അങ്ങനെ ഈ അദുൽ അൽ-ഖാറ മുദർ ഗോത്രത്തിൻ്റെ ഉപഗോത്രമാണ് ഇവർ മദീനയിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെ നാട്ടുകാരൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഈ അദുൽ അൽ-ഖാറ തുടങ്ങിയതായ ഗോത്രങ്ങളൊക്കെ മക്കയോടടുത്ത് കിടക്കുന്ന ചില ഗോത്രങ്ങളാണ്. അങ്ങനെ അവർ പറഞ്ഞു, ഞങ്ങളെ നാട്ടുകാരൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അപ്പം ഞങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു തരാൻ, ഖുർആൻ ഓതി പഠിപ്പിച്ചു തരാൻ ചില ആളുകളെ വിട്ടു തരണം എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ വാക്ക് വിശ്വസിച്ച് 10 പേരെ അവരുടെ കൂടെ വിട്ടു. 10 ആളെ പറഞ്ഞയച്ച്. ആ 10 പേർക്ക് നേതാവായി ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു നിശ്ചയിച്ചു. അങ്ങനെ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഈ 10 പേർ പോവുകയാണ്. അങ്ങനെ അസ്വാൻ്റെയും മക്കയുടെയും ഇടയിൽ, അസ്വാൻ മക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ തരീഖുൽ ഹിജ്റയിൽ പോകുമ്പോൾ മക്കയിൽ നിന്നൊരു 90 കിലോമീറ്റർ ദൂരത്തായിരിക്കും അസ്വാൻ. ആ സ്ഥലത്തെത്തിയപ്പോൾ പ്രതികാരദാഹികളായ ബനൂ ലിഹ്യാൻ ഗോത്രം ഈ മുസ്ലിമീങ്ങളെ എന്ത് ചെയ്ത് വളയുകയും അങ്ങനെ മുസ്ലിമീങ്ങളെ അവർ ചതിയിൽപ്പെടുത്തുകയും ചെയ്തു. മുസ്ലിമീങ്ങളെ ചതിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് അവർ ആദ്യം പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ അഭയം നൽകാം, ഞങ്ങൾ നിങ്ങളെ കൊല്ലൂല, നിങ്ങൾക്ക് അഭയം നൽകാം, ഞങ്ങളുടെ അഭയത്തിൽ നിങ്ങൾ താമസിക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ചതിയാണ്. അതുകൊണ്ട് തന്നെ മുശ്രിക്കിൻ്റെ അഭയം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഈ ബനൂ ലിഹ്യാൻ ഗോത്രത്തോട് ഇവർ യുദ്ധം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആസിം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹമാണ് ഇവരുടെ നേതാവ്. തൻ്റെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ പ്രയോഗിച്ച് ശത്രുവിനെ എതിരിട്ട് ആയുധങ്ങൾ തീർന്നു. ഒരു ഘഡ്ഗം വാള് മാത്രം ശേഷിക്കുമ്പോൾ ആസിം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹുവേ, അല്ലാഹുമ്മ ഹമൈതു ദീനക അവ്വലൻ നഹാർ ഫഹ്മി ലഹ്മി ആഖിറഹു. അല്ലാഹുവേ, ഈ പകലിൻ്റെ തുടക്കത്തിൽ നിൻ്റെ ദീനിനെ സംരക്ഷിക്കാനാണ് ഞാൻ പോരാടിയത്. അതുകൊണ്ട് ഈ പകലിൻ്റെ ഒടുവിൽ നീ എൻ്റെ മാംസം സംരക്ഷിക്കണമേ എന്ന് അദ്ദേഹം ദുആ ചെയ്തു. ആസിം റളിയല്ലാഹു തആല അൻഹു ശക്തമായി പോരാടി. ആ പോരാട്ടത്തിൽ അദ്ദേഹം ഷഹീദായി. 10 പേരിൽ ആസിമിനോടൊപ്പം 6 പേരും ഷഹീദായി. കാരണം ചതിപ്രയോഗത്തിലുള്ള ആക്രമണം. 3 പേരാണ് ശേഷിച്ചത്. അബ്ദുള്ള ഇബ്നു താരിഖും സെയ്ദ് ബിനു ദസിന്നയും ഖുബൈബ് ബിനു അദിയും. ഇതിൽ അബ്ദുള്ള ഇബ്നു താരിഖിനെ ഇവർ പിടികൂടി അദ്ദേഹത്തെ വധിച്ചു. കാരണം അവർക്ക് ഇവരൊക്കെ വധിക്കാൻ ചില ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ആസിം ഇബ്നു സാബിത്തിനെ വധിച്ചത് എന്തിനാ? ആസിം ഇബ്നു സാബിത്തിനെ വധിച്ചത് ആസിം റളിയല്ലാഹു തആല അൻഹു ബദർ യുദ്ധത്തിൽ സാലിഫ ബിന്ത് സഅദ് എന്ന് പറയുന്ന ഒരു മുശ്രിക്കായ പെണ്ണിൻ്റെ ഭർത്താവിനെയും അതേപോലെ അവളുടെ മക്കളെയും വധിച്ചിരുന്നു. സാലിഫയുടെ ഭർത്താവ് 4 ബദറിൽ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവരാണ്. ഈ സാലിഫയുടെ 2 മക്കളെ കൊന്നത് ആസിമാണ്. ഇതറിഞ്ഞ ഈ സാലിഫ ബിന്ത് സഅദ് എന്ന് പറയുന്ന പെണ്ണ് അവൾ നേർച്ച നേർന്നിരുന്നു. എന്തിന്? ആസിമിനെ വധിക്കാനും ആസിമിനെ വധിച്ചതിന് ശേഷം
തല കൊയ്ത് ആ തലയിൽ നിന്ന് തലയോട്ടി വേർപ്പെടുത്തിയിട്ട് ആ തലയോട്ടിയിൽ മദ്യം വിളമ്പിയിട്ട് കുടിക്കാൻ അവൾ നേർച്ച നേർന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആസിമിൻ്റെ തലക്ക് 100 ഒട്ടകങ്ങളെ ഇനാം പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ആര് ആസിമിനെ കൊന്ന് തല കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് 100 ഒട്ടക ഈ പെണ്ണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മുശ്രിക്കുകൾ വിശിഷ്യ മുസ്ലിമീങ്ങളെ ബദറിന് ശേഷം ചതിച്ചു കൊല്ലാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുമായിരുന്നു. ഇവിടെ ആസിം റളിയല്ലാഹു തആല പ്രത്യേകിച്ച് ആക്രമിക്കപ്പെടാൻ കാരണം സാലിഫ വാഗ്ദാനം ചെയ്ത 100 ഒട്ടകങ്ങൾ കിട്ടാനാണ്. അതുകൊണ്ട് തന്നെ ആസിമിനെ കൊന്നിട്ട് അവർ ഈ തലയോട്ടി എടുക്കാൻ ശ്രമം നടത്തി. അതുകൊണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ആസിം ഷഹീദായി. എന്നിട്ട് ഇവർ പകലിൽ അദ്ദേഹത്തിൻ്റെ തല കൊയ്യാൻ വേണ്ടിയിട്ട് വന്ന്, എന്തിന് തല കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ എന്ത് ചെയ്യും, ആ തലയോട്ടി എടുത്തിട്ട് അതിൽ മദ്യം കുടിച്ചിട്ട് തന്നെ നേർച്ച തീർക്കും, കൊണ്ടുവന്നവർക്ക് 100 ഒട്ടകം കൊടുക്കും. പക്ഷേ തല എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു കടന്നൽ കൂട്ടം ആ വിഭാഗത്തെ ആക്രമിച്ചു എന്നാണ്. അവർക്ക് ആ തലയിലേക്ക് അടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർ പറഞ്ഞു, എങ്കിൽ നമുക്ക് രാത്രിയായിട്ട് ചെല്ലാം, രാത്രി കടന്നൽ അടങ്ങും. അപ്പോൾ കടന്നൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രി നമുക്ക് ആസിമിൻ്റെ തല എടുത്തു കൊണ്ടാകാം എന്ന് പറഞ്ഞു മുശ്രിക്കുകൾ. പക്ഷേ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത് ഒരു മഴവെള്ളപ്പാച്ചിൽ അത് ആസിം റളിയല്ലാഹു തആലയുടെ ഭൗതിക ശരീരത്തെ വന്ന് അത് കൊണ്ടുപോവുകയും അങ്ങനെ മുസ്ലിമീങ്ങളുടെ കരങ്ങളിലെത്തിയ ആസിം റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിമീങ്ങൾ മറമാടുകയാണ് ഉണ്ടായത് എന്നാണ്. അതാണ് ചരിത്രത്തിൽ കാണുന്നത്. അല്ലാഹു അലം. പക്ഷേ സെയ്ദ് ബിൻ ദസിന്നയും ഖുബൈബ് ബിൻ അദിയും അവരും മുസ്ലിമീങ്ങളുടെ ദാഹജലം കണക്കെ അവരാഗ്രഹിക്കുന്ന കാംക്ഷിക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ്. കാരണം സെയ്ദ് ബിൻ ദസിന്ന സഫ്വാൻ ബിൻ ഉമയ്യയുടെ പിതാവ് ഉമയ്യത്ത് ബിൻ ഖലഫിനെ ബദറിൽ വധിച്ചിട്ടുണ്ട്. സെയ്ദ് ബിൻ ദസിന്ന ഉമയ്യത്ത് ബിൻ ഖലഫിനെ വധിച്ചത് ബിലാലാണ്. പക്ഷേ വാപ്പാനെ വധിച്ചതിന് പകരമായിട്ടൊരു മുസ്ലിമിനെ കൊല്ലണം എന്നുള്ളതാണ് സഫ്വാൻ ബിൻ ഉമയ്യയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ സെയ്ദ് ബിൻ ദസിന്നയെ കിട്ടിയപ്പോൾ സഫ്വാൻ ബിൻ ഉമയ്യ സെയ്ദിനെ വിലക്ക് വാങ്ങി. ഖുബൈബ് ബിൻ അദി ബദറിൽ അൽ ഹാരിസ് എന്ന മുശ്രിക്കിനെ വധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഹാരിസിൻ്റെ മക്കൾ, വിശിഷ്യ ഹാരിസിൻ്റെ പെൺമക്കൾ ഖുബൈബിനെ കിട്ടാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കിയിട്ട് നടക്കുക. എന്തിന്? വാപ്പാനെ കൊന്നതിന് പകരം കൊല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഖുബൈബ് ബിൻ അദിയും സെയ്ദ് ബിൻ ദസിന്നയും ഇവിടെ വെച്ച് അവരെ പിടികൂടി. എന്നിട്ട് ഈ ദുഷ്ടന്മാർ ബനു ലിഹിയാൻ ഗോത്രം മക്കയിൽ കൊണ്ടുപോയിട്ട് ഖുബൈബ് ബിൻ അദിയിനെയും സെയ്ദ് ബിൻ ദസിന്നയെയും വിറ്റു, മക്കാർക്ക് വിറ്റു. ചൂടപ്പം പോലെ ചിലവാകും. കാരണം എന്താ? അവർ കാത്തു കഴിയാണ് ഈ 2 രക്തങ്ങളെ. അങ്ങനെ ഖുബൈബ് ബിൻ അദി ഹാരിസിൻ്റെ മകളുടെ വീട്ടിൽ ബന്ധനത്തിലാണ്, ചങ്ങലയിലാണ്. അദ്ദേഹം താൻ വധിക്കപ്പെടുന്ന നാളുകൾ കാത്തു കഴിയാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ളതുപോലെ താൻ വധിക്കപ്പെടുന്ന നാളെടുത്തപ്പോൾ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു ആ പെണ്ണിനോട് ഒരു കത്തി ആവശ്യപ്പെട്ടു, മൂർച്ചുള്ള കത്തി. എന്തിന്? താൻ വധിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരങ്ങളിൽ നിന്ന് നീക്കേണ്ട രോമങ്ങൾ നീക്കുന്നതിന് വേണ്ടി. കക്ഷരോമം പഠിക്കുക, അതേപോലെ തന്നെ ലൈംഗികാവയവങ്ങളുടെ ഭാഗങ്ങളിലുള്ള രോമങ്ങൾ നീക്കുക, അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ആയുധം ആവശ്യപ്പെടുകയും അങ്ങനെ ആ ആയുധം തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഖുബൈബ് ഇരിക്കുമ്പോൾ ഈ പെണ്ണറിയാതെ അവളുടെ ചെറിയ കുട്ടി ഖുബൈബ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ കാൽത്തുടയിലിരുന്നു എന്നാണ്. അപ്പോൾ കയ്യിൽ ആയുധം, ഈ പെണ്ണിൻ്റെ കുട്ടി ഖുബൈബിൻ്റെ മടിയിൽ. അപ്പോൾ സ്ത്രീ ഹാരിസിൻ്റെ മകൾ വിഭ്രാന്തിപ്പെട്ടു എന്നാണ്. അപ്പോൾ ഹാരിസ് പറഞ്ഞു, വിഭ്രാന്തിപ്പെടേണ്ടതില്ല, ഞാൻ മോശമായി നിൻ്റെ കുഞ്ഞിനെ യാതൊന്നും ചെയ്യൂല. കാരണം അദ്ദേഹം ഏതായാലും വധിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഈ കുട്ടിനെ വെച്ച് ഖുബൈബിന് വിലപേശാം. പക്ഷേ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും അങ്ങനെ ഒരു ചതിപ്രയോഗത്തിന് നിന്നില്ല. അവളുടെ കുഞ്ഞിനെ നിർഭയത്വത്തിൽ അവളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ആ സ്ത്രീ പറഞ്ഞത്, ഹാരിസിൻ്റെ മകൾ പറഞ്ഞത്, ഖുബൈബിനെ പോലത്തെ മാന്യനായ ഒരു ബന്ദിയെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല.
ഖുബൈബിന് മക്കയിൽ ഒരു ഫലവും വിളയാത്ത നാളുകളിൽ മുന്തിരി കുല ഉപജീവനമായിട്ട് നൽകപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അള്ളാഹു അല്ലാതെ മറ്റൊരാളും ആ ഉപജീവനം ഖുബൈബിന് കനിഞ്ഞിട്ടില്ല എന്ന് ആ സ്ത്രീ പറഞ്ഞിരുന്നു എന്നാണ്. ഏതായാലും ഇവിടെ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ പിന്നീട് അബൂ സുഫിയാനും കൂട്ടരും ഹാരിസിനെ വധിച്ചതിന് പകരമായി വധിക്കാൻ വേണ്ടിയിട്ട് തനീമിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ തനീമിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ ക്രൂശിച്ച് വധിക്കാനാണ് പരിപാടി. ഈ സമയം ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു താൻ വധിക്കപ്പെടും എന്ന് കണ്ടപ്പോൾ അദ്ദേഹം 2 റക്അത്ത് നമസ്കരിക്കുവാൻ അവരോട് വിട ചോദിച്ചു. അങ്ങനെ നമസ്കരിക്കാൻ അദ്ദേഹത്തിന് അവസരം നൽകി. ഖുബൈബ് റളിയല്ലാഹു അൻഹു 2 റക്അത്ത് നിസ്കരിച്ച് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദീർഘിപ്പിച്ച് നമസ്കരിക്കണമെന്ന് മോഹമുണ്ടായിരുന്നു എനിക്ക്. കാരണം എന്താ, അവസാനത്തെ നിസ്കാരമാണ്, ഇനി വധിക്കപ്പെടാൻ പോവുകയാണ്. പക്ഷേ നിങ്ങൾ മുശ്രിക്കുകൾ മരണത്തെ പേടിച്ചിട്ടാണ് നിസ്കാരം ദീർഘിപ്പിക്കുന്നത് എന്ന് ഒരു മുസൽമാനെ കുറിച്ച് വിധിക്കും. അത് പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിസ്കരിച്ച് തീർത്തത്. അങ്ങനെ അവർക്കെതിരിൽ അദ്ദേഹം ഒരു ദുആ ചെയ്തു. ആ ദുആ ചെയ്തതിന് ശേഷം അദ്ദേഹം താൻ ക്രൂശിക്കപ്പെടുന്നതിൻ്റെ മുമ്പായിട്ട് ചൊല്ലിയതായ കവിത, അവിടെയാണ് നമ്മളുടെ വിഷയമുള്ളത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമൻ അലാ അയ്യി ഷഖ്ഖിൻ കാന ലില്ലാഹി മസ്റഈ വദാലിക ഫീ ദാത്തിൽ ഇലാഹി വഇയശ യുബാരിക് അലാ ഔസാലി ശിൽവിൻ മുമസ്സഈ. എന്താ അദ്ദേഹം പാടിയ കവിതയുടെ അർത്ഥം? വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമ, ഒരു മുസ്ലിമായിട്ട് ഞാൻ വധിക്കപ്പെടുമ്പോൾ എനിക്കതൊരു പ്രശ്നമല്ല. മുസ്ലിമായിട്ട് വധിക്കപ്പെടുമ്പോൾ എനിക്കതൊരു വിഷയമല്ല. അല അയ്യി ഷഖ്ഖിൻ കാന ലില്ലാഹി മസ്റഈ, അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ നിലംപരിശാകുന്നത് എങ്കിൽ ഞാൻ ഏതൊരു ഭാഗത്തേക്ക് മരണം വരിച്ച് വീണാലും അതിലെനിക്കൊരു വിഷയമല്ല. വദാലിക ഫീ ദാത്തിൽ ഇലാഹി, ഇലാഹിൻ്റെ മാർഗത്തിലാണ് എൻ്റെ മരണം. വഇയശ, ഇലാഹായ അള്ളാഹു ഉദ്ദേശിച്ചാൽ യുബാരിക് അല ഔസാലി ശിൽവിൻ മുമസ്സഈ, കീറി മുറിക്കപ്പെട്ട ശിഥിലീകരിക്കപ്പെട്ട എൻ്റെ ശരീരാവയവങ്ങളിൽ അള്ളാഹു അവൻ്റെ അനുഗ്രഹം അരുളുകയും അനുഗ്രഹം ചൊരിയുകയും ചെയ്യും എന്നതാണ് ഇവിടെ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു പാടിയ കവിതയുടെ ആശയം. പഠിച്ചവൻ്റെ മാർഗത്തിലാണ് എങ്കിൽ ഒരു മുസ്ലിമായി വധിക്കപ്പെടുന്നതിനൊരു പ്രശ്നമല്ല, എങ്ങോട്ട് മറിഞ്ഞു വീണാലും വിഷയമല്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ എൻ്റെ ചിത്രവധം നടത്തപ്പെട്ട വികലമാക്കപ്പെട്ട ശരീരാവയവങ്ങളിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അരുളപ്പെടും എന്ന ആശയത്തിലാണ് അദ്ദേഹം പാടിയത്. അവിടെ ഫീ ദാത്തിൽ ഇലാഹി, ഇലാഹിൻ്റെ മാർഗത്തിൽ, ഇലാഹിൻ്റെ ദാത്തിൻ്റെ സത്തയുടെ മാർഗത്തിൽ എന്ന അർത്ഥത്തിലാണ് ആ കവിത ഉള്ളത്. ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ക്രൂശിക്കപ്പെടുകയുണ്ടായി, പിന്നീട് വധിക്കപ്പെടുകയുണ്ടായി. അപ്പോഴാണ് അബൂ സുഫിയാൻ ചോദിച്ചത്, ഖുബൈബ്, നിന്റെ സ്ഥാനത്ത് ഇപ്പോൾ മുഹമ്മദ് വധിക്കപ്പെടുകയും നീ നിൻ്റെ വീട്ടിൽ നിർഭയനായി കഴിയുകയും ചെയ്യുന്നത് നിനക്കിഷ്ടമാണോ? അപ്പോഴാണ് ഖുബൈബ് പ്രതികരിച്ചത്, മുഹമ്മദ് ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു മുള്ളു കുത്തുകയും ചെയ്യുന്നത് സഹിക്കാൻ കഴിയാത്ത ആളാണ് ഞാൻ. ഇത് അബൂ സുഫിയാൻ്റെ മുഖത്ത് നോക്കിയിട്ടുള്ള ഖുബൈബിൻ്റെ പ്രതികരണമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തിൻ്റെ വിഷയത്തിൽ, സ്നേഹത്തിൻ്റെ വിഷയത്തിൽ. പിന്നീട് ഇവർ ഖുബൈബിനെ വധിച്ചതിന് ശേഷമാണ് സെയ്ദ് ബിൻ ദസിന്നയെ വധിക്കുന്നത്. സെയ്ദ് ബിൻ ദസിന്നയെ സഫ്വാൻ ബിൻ ഉമയ്യ വിലക്ക് വാങ്ങി. അന്ന് സഫ്വാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അബൂ സുഫിയാൻ അന്ന് ഇസ്ലാം സ്വീകരിച്ചില്ല. സഫ്വാൻ വിലക്ക് വാങ്ങി. കാരണം ഉമയ്യത്ത് ബിൻ ഖലഫിന് പകരമായിട്ട് ഒരാളെ, ഒരു മുസ്ലിമിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. സഫ്വാൻ ബിൻ ഉമയ്യ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ സെയ്ദ് ബിൻ ദസിനയെ വധിക്കാൻ കൊണ്ടായപ്പോഴും ക്രൂശീകരിച്ച് കൊല്ലുകയാണ്. അപ്പോഴും അബൂ സുഫിയാൻ ചോദിച്ചു, സെയ്ദ്, നിന്റെ സ്ഥാനത്ത് ഇപ്പോൾ മുഹമ്മദ് വധിക്കപ്പെടുകയും നീ നിൻ്റെ വീട്ടിൽ നിർഭയനായി കഴിയുകയും ചെയ്യുന്നത് നിനക്കിഷ്ടമാണോ? നിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോഴും ഖുബൈബ് പറഞ്ഞ മറുപടി സെയ്ദ് ബിൻ ദസിന ആവർത്തിച്ചു, മുഹമ്മദ് ഇപ്പോൾ ഉള്ളത് എവിടെയാണോ അവിടെയാവുകയും അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു മുള്ളു തറക്കുകയുമാണ് എങ്കിൽ അതെനിക്കിപ്പോൾ സഹിക്കാൻ കഴിയാത്ത വിഷയമാണ്. അപ്പോഴാണ് അബൂ സുഫിയാൻ
അന്ന് ഇസ്ലാമിൻ്റെ ശത്രുവായ അദ്ദേഹം വല്ലാഹി മാ റഅയ്തു മിനൻ നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. അള്ളാഹുവാണേ സത്യം. ശത്രു പറയാൻ മുഹമ്മദിൻ്റെ അനുയായികൾ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നത് പോലെ ജനങ്ങളിൽ ഒരാളും ഒരാളെയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് അവർക്ക് അവ്വിധമായിരുന്നു എന്നുള്ളതാണ്. ആ മഹബ്ബത്ത് കേവലം ഒരു പ്രഖ്യാപനമോ ഉപരിപ്ലവമായ ഒരു വിളിയാളമോ ആയിരുന്നില്ല, അത് വസ്തുനിഷ്ഠവും യാഥാർത്ഥ്യവുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളത് അവർ പഠിച്ചു. ആ സ്നേഹം ഇതരർക്ക് മാതൃകയാകും വിധം അവർ കാഴ്ചവെക്കുകയും ചെയ്തു. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ സ്നേഹിക്കുക എന്നുള്ളത്. നാളെ പിറ്റേന്ന് വധിക്കപ്പെടാൻ പോകുന്ന ഹുബൈബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ പ്രയോഗവൽക്കരിച്ചിട്ട് നമുക്ക് മാതൃക കാണിച്ചത്. എങ്ങനെ? അൽ ഹാരിസിൻ്റെ വീട്ടിൽ, മകളുടെ വീട്ടിൽ തടങ്കലിൽ കഴിയുമ്പോൾ ആ പെണ്ണിനോട് ചോദിക്കുകയാണ്, ഒരു മൂർച്ചുള്ള കത്തി തരുമോ, ആയുധം തരുമോ, എന്തിന്, ബ്ലേഡ് തരുമോ, അദ്ദേഹത്തിൻ്റെ ശരീരാവയവങ്ങളിൽ നിന്ന് നീക്കേണ്ട രോമങ്ങൾ നീക്കാൻ. അതെന്താ? സുനനുൽ ഫിത്രയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പാലിക്കാൻ. അപ്പം സുന്നത്തിനെ പ്രയോഗവൽക്കരിച്ച് യഥാവിധം റസൂലുള്ളാഹിനെ സ്നേഹിച്ച് മാതൃക കാണിച്ചു തന്ന ഒരു ഖുബൈബിൻ്റെ ചരിത്രമാണ് ഇവിടെ നമ്മൾ സഹോദരന്മാരെ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇവിടെ ഹദീസിൽ അൽ ഇലാഹ് എന്നുള്ളത് പ്രയോഗിക്കപ്പെട്ട ആ ഒരു വിഷയം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയതാണ് നമ്മളിവിടെ മനസ്സിലാക്കുകയുണ്ടായത്. ഇതേപോലെ ബുഖാരി റഹിമഹുല്ല അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇലാഹി എന്ന് വിളിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്ത ഒരു ദുആ അതിവിടെ ശ്രദ്ധേയാണ്. എന്താ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഉ മിനൽ ലൈൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി ദുആ ചെയ്യുമായിരുന്നു. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രിയിലെ ദുആ? അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത റബ്ബുസ് സമാവാതി വൽ അർദ് ലക്കൽ ഹംദു അൻത ഖയ്യിമുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിൻ ലക്കൽ ഹംദു അൻത നൂറുസ് സമാവാതി വൽ അർദ് ഖൗലുകൽ ഹഖ്ഖു വവഅദുകൽ ഹഖ്ഖു വലിഖാഉക ഹഖ്ഖുൻ വൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ വസ്സാഅതു ഹഖ്ഖുൻ അല്ലാഹുമ്മ ലക അസ്ലംതു വബിക ആമൻതു വഅലൈക തവക്കൽതു വഇലൈക അനബ്തു വബിക ഖാസംതു വഇലൈക ഹാകംതു ഫഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു അൻത ഇലാഹി ലാ ഇലാഹ ഗൈറുക്. ഇതാണ് ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാവുകളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിരുന്ന ഒരു ദുആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തത് ഇമാം ബുഖാരി നമ്മളെ ഉണർത്തുകയാണ്. അതിൽ ഇലാഹി അൻത ഇലാഹി, നീയാകുന്നു എൻ്റെ ഇലാഹ്, ലാ ഇലാഹ ഗൈറുക്, നീയല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുവാൻ മറ്റാരുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിക്കാൻ. ഇവിടെ ഈ ദുആ എന്താ അർത്ഥമാക്കുന്നത്? അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്ക് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും. അൻത റബ്ബുസ് സമാവാതി വൽ അർദ്, നീയാകുന്നു വാനങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ്. ലക്കൽ ഹംദ്, നിനക്ക് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും. അൻത ഖയ്യിമുസ് സമാവാതി വൽ അർദി വമൻ ഫീഹിൻ, നീയാകുന്നു വാനങ്ങളെയും ഭൂമിയെയും അവയിലുള്ളവയെയും നിയന്ത്രിക്കുന്നവൻ. ലക്കൽ ഹംദു അൻത നൂറു സമാവാതി വൽ അർദ്, അല്ലാഹുവേ നിനക്ക് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും, നീയാകുന്നു വാനങ്ങളുടെയും ഭൂമിയുടെയും നൂറ്, പ്രകാശം. ഖൗലുകൽ ഹഖ്, നിന്റെ വചനമാകുന്നു യാഥാർത്ഥ്യം. വവഅദുകൽ ഹഖ്, നിന്റെ വാഗ്ദാനമാകുന്നു യാഥാർത്ഥ്യം, സത്യം. വലിഖാഉക ഹഖും, നിന്നെ കണ്ടുമുട്ടണം എന്നുള്ള വിഷയം അത് സത്യമാണ്. വൽ ജന്നത്തു ഹഖുൻ, സ്വർഗം സത്യമാണ്. വന്നാറു ഹഖുൻ, നരകം സത്യമാണ്. വസാഅതു ഹഖുൻ, അന്ത്യനാൾ സത്യമാണ്. അല്ലാഹുമ്മ ലക അസ്ലംതു, അല്ലാഹുവേ നിനക്ക് ഞാൻ ഇതാ സമർപ്പിച്ചിരിക്കുന്നു. വബിക ആമൻതു, നിന്നെ ഇതാ ഞാൻ സത്യപ്പെടുത്തി അംഗീകരിച്ചിരിക്കുന്നു. വഅലൈക തവക്കൽതു, നിന്റെ മേൽ മാത്രമായി ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു, ഭരമേൽപ്പിച്ചിരിക്കുന്നു. വഇലൈക അനബ്തു, നിന്നിലേക്ക് മാത്രമായി ഞാൻ ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു. വബിക ഖാസംതു, നിന്റെ വിഷയത്തിൽ ഞാൻ തർക്കത്തിലേർപ്പെട്ടിരിക്കുന്നു. വഇലൈക ഹകംതു, നിന്നിലേക്ക് മാത്രമായി ഞാൻ വിധി തേടിയിരിക്കുന്നു. ഫഗ്ഫിർലി,
അതുകൊണ്ട് അള്ളാഹുവെ നോക്കി, നല്ല വസീലയാണ്. അള്ളാഹു പ്രീതിപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല കാര്യങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ എണ്ണി പറഞ്ഞ് വസീലയാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഫഗ്ഫിർലി, അതുകൊണ്ട് അള്ളാഹുവെ നീ എന്നോട് പൊറുക്കണമേ, മാ ഖദ്ദംതു, ഞാൻ കാലയെക്കൂട്ടി ചെയ്ത തെറ്റുകൾ, വമാ അഖർതു, ഞാൻ പിൽക്കാലങ്ങളിൽ പിന്നീട് ചെയ്ത തെറ്റുകൾ, വമാ അസ്റർതു വ അഅലൻതു, ഞാൻ രഹസ്യമാക്കി ചെയ്തത് പരസ്യമാക്കി ചെയ്തത് തെറ്റുകൾ, അത് നീ എനിക്ക് പൊറുക്കണമേ. അൻത ഇലാഹി ലാ ഇലാഹ ഗൈറുക്, നീയാകുന്നു എൻ്റെ ഇലാഹ്, നീയല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുവാൻ മറ്റാരുമില്ല എന്നാണ് ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങൾ ഇരുളിൻ്റെ യാമങ്ങളിൽ, രാത്രിയുടെ നിശയുടെ നിഗൂഢതയിൽ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലക്കുള്ള അർഹതകൾ, അംഗീകാരങ്ങൾ ആ അള്ളാഹുവിന് വകവെച്ച്, ആ അള്ളാഹുവിന് മാത്രം നൽകേണ്ടതായ ആരാധനകൾ അത് അള്ളാഹുവിന് സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആയിരന്നിരുന്നത്. അതുകൊണ്ട് ഇത്തരം സമയങ്ങളും സന്ദർഭങ്ങളും ദുആകളുമൊക്കെ നമ്മുടെ നിത്യജീവിതത്തിലും നമുക്കുണ്ടാകണം എന്ന് നമ്മൾ ഇവിടെ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യേണ്ടതുണ്ട്. അൽ ഇലാഹ് എന്ന നാമം നമ്മൾ മനസ്സിലാക്കി. അത് സാക്ഷാൽ ആരാധ്യനായ അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമമാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അൽ ഇലാഹ് എന്ന അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ചില വ്യതിചലിച്ച കക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. സബഇയ എന്ന് പറഞ്ഞിട്ടൊരു കക്ഷിയുണ്ട്. അബ്ദുള്ള ഇബ്നു സബ എന്ന ജൂതൻ്റെ കക്ഷിയാണ് ആ കക്ഷി. അവനിലേക്കാണ് ആ വിഭാഗം ചേർക്കപ്പെടുന്നത്. അവർ അലി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറഞ്ഞത് അലി ഞങ്ങളുടെ ഇലാഹാകുന്നു എന്നാണ്. അൻതൽ ഇലാഹ്, അലിയാരുടെ മുഖത്ത് നോക്കിയിട്ട് പറയാണ് നീയാകുന്നു അൽ ഇലാഹ്, എന്താ സാക്ഷാൽ ആരാധ്യൻ എന്നുള്ളത്. തീവ്ര ചിന്തകളുടെ ഒരു കക്ഷിയാണ് സബഇയ കക്ഷി, ഷിയാക്കളിൽ തീവ്രന്മാർ. അലി റളിയല്ലാഹു തആല അൻഹു അവർ ഈ ജൽപ്പനം നടത്തിയപ്പോൾ അവരെ തീയിലിട്ട് കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ശിക്ഷ അവർ ഏറ്റുവാങ്ങുന്ന സമയം അവർ പറയാണ്, ഞങ്ങൾക്കിപ്പോൾ ദൃഢമായി മനസ്സിലായി നീയാണ് ഇലാഹി എന്ന്. കാരണം തീ കൊണ്ട് ശിക്ഷിക്കലാരാ? അത് അള്ളാഹുവാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇലാഹ് അലി തന്നെയാണ് എന്നവർ പറയാം. ഖതീബുൽ ബഗ്ദാദി സബഇയ കക്ഷിയുടെ ഈ വിശ്വാസം അദ്ദേഹത്തിൻ്റെ അൽ ഫറഖ് ബൈൻ അൽ ഫിറഖ് എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥത്തിൽ ഉണർത്തുന്നുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ലഅനഹുല്ലാഹ് എന്ന ദുഷ്ടനാണ് വധിച്ചത്. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം അലി റളിയല്ലാഹു തആല അൻഹുവിനെ കൂഫയിലെ പള്ളിയിൽ വെട്ടി പരിക്കേൽപ്പിച്ച് വധിച്ചപ്പോൾ ഈ സബഇയ കക്ഷിയപ്പുണ്ട്. അവരെന്താ പറയുക? അവരുടെ ഇലാഹിനെയാണ് വെട്ടി പരിക്കേൽപ്പിച്ച് അവരുടെ ജൽപ്പന പ്രകാരം. യഥാർത്ഥത്തിൽ അലി റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിൻ്റെ ഷഹീദാണ്. അദ്ദേഹം കുറേ ഉന്നത സ്ഥാനങ്ങളുള്ള ഒരു മഹാനായിരുന്നു അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉന്നത സ്ഥാനങ്ങൾ അദ്ദേഹം ജീവിച്ച നാളുകളിൽ പലതായി അദ്ദേഹം നേടിയെടുത്തു. ഖിതാമുഹു മിസ്ക്, ഒടുക്കം അത് വളരെ ഭംഗിയിലാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹാദത്ത്, രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ അത് മഹനീയാണ്. ആ സ്ഥാനം കൂടി നേടി അലി റളിയല്ലാഹു തആല അൻഹു സ്വർഗത്തിലേക്ക് പാറി ഉയർന്ന മഹാനാണ്. സബഇയ കക്ഷി എന്താ പറഞ്ഞത്? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ലഅനഹുല്ലാഹ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു വഅർദാഹ് അദ്ദേഹത്തെ വധിച്ചപ്പോൾ പറഞ്ഞത് അലി മരിച്ചിട്ടില്ല. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം അലീൻ്റെ രൂപത്തിൽ വന്ന ഷെയ്ത്താനെയാണ് കൊന്നത്. അലീൻ്റെ രൂപത്തിൽ ഷെയ്ത്താൻ വന്നു, ആ ഷെയ്ത്താനെയാണ് കൊന്നത്. അലി എവിടെയുള്ളത്? അലി മേഘപാളികൾക്ക് മീതെ ഉന്നത സ്ഥാനത്താണുള്ളത്. മേഘപാളികൾക്ക് മീതെ മേഘഗർജനം, ഇടിവെട്ടുണ്ടാവില്ലേ?
അത് അലിയാരുടെ ശബ്ദമാണ്. മിന്നൽ പിണർ അലിയാർ നടത്തുന്ന ചാട്ടവാർ പ്രയോഗവുമാണ് എന്നാണ് സബയ്യ കക്ഷിയുടെ വിശ്വാസം. അപ്പം ഇടിവെട്ടുമ്പോൾ അത് അലിയാരുടെ ശബ്ദമാണ്. മിന്നൽ പിണറോ അലിയാർ ചാട്ടവാർ പ്രയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് സബയ്യ കക്ഷി ഇടിവെട്ടുമ്പോൾ എന്താ പറയൽ? അവർ പറയൽ അലൈക്കസ്സലാം അയ്യുഹൽ അമീർ എന്നാണ്. അതിൽ സലാം മടക്കുക ചെയ്യുക. അവർ വിശ്വസിക്കുന്ന അലിയാരുടെ സലാം എന്നാണ്. വിവരക്കേടിന് കയ്യും കാലും വെച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഏതായാലും ഇലാഹ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ വിഷയത്തിൽ തെറ്റിൽ ആപതിച്ച കക്ഷികളിൽ ഒരു വിഭാഗമാണ് ഈ വിഭാഗം, സബയ്യ എന്ന് പറയുന്നതായ വിഭാഗം. സൂഫികളിൽ ഒരു വിഭാഗം, അവരുടെ വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഴുവൻ പറയാൻ പാടില്ല എന്നാണ്. അവർ അള്ളാ എന്നോ ഇല്ലല്ലാ എന്നോ മാത്രമേ പറയുള്ളൂ. കാരണം എന്താ? അവർ പറയൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ എന്ന് പറഞ്ഞ ആണ്ട് വെക്കുമ്പോൾ മരിച്ചാലോ? അപ്പം മരിച്ചാലോ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഇലാഹ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവനായി ആരുമില്ല എന്നാണ്. ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ. അപ്പോൾ അതിൻ്റെ ലാ ഇലാഹ എന്നുള്ളത് നിഷേധമാണ്, ഇല്ലല്ലാ എന്നുള്ളത് സ്ഥിരീകരണമാണ്. അതുകൊണ്ട് ലാ ഇലാഹ എന്നൊരാൾ പറഞ്ഞ് ഇല്ലല്ലാ എന്ന് മുഴുവിക്കണീന് മുമ്പ് മരിച്ചാൽ എന്തായി? ഒരാരാധനയും ഇല്ലയെന്ന് പറഞ്ഞിട്ട് മരിക്കലല്ലേ. അതുകൊണ്ട് ലാ ഇലാഹ എന്ന് പറയരുത്, ഇല്ലല്ലാ എന്ന് മാത്രം, അള്ളാ എന്ന് മാത്രം പറയാ. ഇതാണ് പല സൂഫികളുടെയും വിശ്വാസം. സൂഫി നേതാക്കന്മാരിൽ വലിയവർ വരെ ഈ ഒരു വിദണ്ഡം ലോകത്ത് ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമാം അൽ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഹാദാ മിൻ ഉലൂമിഹിമു ദഖീഖ അല്ലതി ലൈസ ലഹാ ഹഖീഖ. സൂഫിയാക്കളുടെ സൂക്ഷ്മമായ ഇൽമുകളിൽപ്പെട്ടതാണ് ഈ വിഷയം. പക്ഷേ ലൈസ ലഹാ ഹഖീഖ, അതിനെന്തില്ല, അത് ദഖീഖത്താണെങ്കിലും അതിന് ഹഖീഖത്തില്ല എന്നുള്ളതാണ്. അതിനൊരു തെളിവിൻ്റെ ബലമല്ല, അത് തികഞ്ഞ വിവരക്കേടാണ്. പ്രമാണ ബലമില്ലാത്ത ജൽപ്പനമാണ് സൂഫികൾ ജലിപ്പിച്ചിട്ടുള്ളത്. എന്താ അവർ പറയണത്? അള്ളാ എന്ന് പറയാം, ഇല്ലല്ലാ എന്ന് പറയാം. എന്ത് പറയാൻ പാടില്ല? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മുഴുവൻ പറയാൻ പാടില്ല എന്നാണ്. അങ്ങനെ പലരും, പല സൂഫികളും അള്ളാ 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 എന്ന് പറഞ്ഞിട്ട് കാലം കഴിച്ചിരുന്നതാണ്. ചില സൂഫികൾ, നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞില്ലല്ലോ ഒരു സൂഫിനെ കുറിച്ച്, എന്താണ് ഒരു വിഷയം തന്നെ സംസാരിച്ചില്ലേ, ഒരു പ്രസിദ്ധനായ അയാൾ ഹൂ ഹൂ അന അന ഇങ്ങനെയൊക്കെയായിരുന്നു അയാളുടെ ഇത്. അവിടെ അള്ളാ എന്നുമില്ല. ഏതായാലും അതെല്ലാം സ്ഖലിച്ച, വ്യതിചലിച്ച ചിന്തകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് മരണസമയത്ത് വരെ പറഞ്ഞതെന്താ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാനാണ്. നബിയുന മുഹമ്മദ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരണപ്പെടുന്ന വേളയിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത് എന്ന് പ്രഖ്യാപിച്ചത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ വഅർദാഹ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലല്ലാ എന്ന് മാത്രമല്ല, അല്ലാ എന്ന് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലാഹു. തിരുമൊഴികളിൽ ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാ തുടങ്ങിയതായ വചനങ്ങൾ ധാരാളം പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. അപ്പോൾ ലാ ഇലാഹ എന്ന് പറയേണ്ട, ഇല്ലല്ലാ എന്നോ അള്ളാ എന്നോ മാത്രം പറഞ്ഞാൽ മതി എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ, ചില സൂഫി നേതാക്കന്മാർ വരെ ഇത് പ്രചരിപ്പിച്ചവരാണ്, ശിബിലിയെ പോലുള്ളവർ. അത് തികഞ്ഞ തെറ്റാണ്, സ്ഖലിതമായ ഭാഷ്യവുമാണ് എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അൽ ഇലാഹ് എന്ന അള്ളാഹുവിൻ്റെ നാമം, അതിൻ്റെ അർത്ഥവും അതിൻ്റെ തേട്ടവുമായി ബന്ധപ്പെട്ടതായ വിഷയമാണ് ഇവിടെ നമ്മൾ ഇന്ന് സംസാരിച്ചത്. ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു നാമം നമ്മളിവിടെ വിശദീകരിക്കും. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം
അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസിനെ ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. അവൻ്റെ പ്രീതിയും റഹ്മത്തും അള്ളാഹു ഉപരിയിൽ നിന്ന് നമ്മളിലേക്ക്, നമ്മുടെ ഈ വേദിയിലേക്ക് ചൊരിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.